ഈ പാട്ടുകളെക്കുറിച്ച് പറയുമ്പോൾ വർണ്ണപ്പകിട്ടിൽ മാണിക്കക്കല്ലായി മേഞ്ഞു മെനങ്ങിയ മാമണി കൊട്ടാരം അതിൻ്റെ പാട്ടിൻ്റെ സ്റ്റൈലും വിദ്യാസാഗർ സോങ് ആണ്. പാട്ടിൻ്റെ സ്റ്റൈലും ഓക്കെയാണ്, എന്നാൽ അതിൻ്റെ വിഷ്വലൈസേഷനും രസമായിരുന്നു. നായകനും നായികയും കൂടെ ഒരേ നായകൻ നായികയെ തന്നെ ഒളിഞ്ഞു നോക്കുന്ന ഒരു വേറൊരു നായികയും ഇല്ലെങ്കിൽ വേറെ രണ്ട് പേര്. അതന്ന് ആ സോങ് എഡിറ്റ് ചെയ്ത് വന്നതിന് ശേഷമാണോ മനസ്സിലാക്കിയത്? ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിരുന്നോ? ഇല്ല അല്ല, അത് ശശി സാറിന്റെ മാജിക് ആണ്. ഇതിപ്പോ നീ അല്ല നോക്കുന്നത്, ഇതിപ്പോ അവരല്ലേ നോക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കും, സാർ ആരാണ് നോക്കുന്നത്? ലാലേട്ടനപ്പോഴും ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട്, പിന്നെ അവസാനം ഞാൻ വിചാരിക്കും ഇത് നമ്മളിപ്പോൾ ആരെയാ നോക്കണേ, അവരെന്താ ഇങ്ങോട്ട് വരണേ. ദെൻ ഇറ്റ് ഓൾ മെയ്ഡ് സെൻസ് സോങ് കണ്ടപ്പോൾ. ഓ, അതൊരു ഭാഗ്യമല്ല ഐ വി ശശി സാറിന്റെ സിനിമയിൽ അഭിനയിക്കാൻ കഴിയുക. ഫ്രണ്ട്സിലേക്ക് വരുമ്പോൾ പോപ്പുലർ സിനിമകളുടെ ഭാഗമാണ് ദിവ്യ ഉണ്ണി ആ സമയത്തൊക്കെ. അപ്പോൾ ഫ്രണ്ട്സും ഭയങ്കര സൂപ്പർ ഹിറ്റ് ആവുന്ന മെഗാ ഹിറ്റ് ആവുന്ന ഒരു പടമാണ്. സിദ്ദിഖ് ലാലിന്റെ സംവിധാനം മാത്രമല്ല, എൻ്റെ ആർട്ടിസ്റ്റുകൾ എന്നൊക്കെ പറയുന്നത് വേറെ ലെവൽ ഓഫ് ആർട്ടിസ്റ്റുകളാണ്. എല്ലാം കിടില. ഊമക്കത്തെഴുത്തുകാരി ഉമ എന്നാണ് ശ്രീനിവാസൻ ചേട്ടൻ ആ സമയത്ത് പറയുന്നൊരു ഡയലോഗ് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഉമ ശരിക്കും ഭയങ്കര ഒരു ഹൈപ്പല്ലായിരുന്നോ? ഈ പടങ്ങളൊക്കെ പറയുമ്പോഴും അത്തരം ചില ടീമുകളുടെ കൂടെ ചെയ്യാൻ പറ്റുന്നത് ഒരു ഭയങ്കര സന്തോഷമാണ്. തീർച്ചയായിട്ടും ജയറാമേട്ടനും ഞാനും കൂടെ ഏതാണ്ട് 5 or 6 പടങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനു മുമ്പ്. സോ ജസ്റ്റ് ആ ഒരു കാസ്റ്റിങ്ങിന്റെ വിഷൻ തന്നെ, ടു ഹാവ് മീ ആസ് എ സിസ്റ്റർ, യുനോ, അത് തന്നെ വാസ് ഡിഫറെൻറ്റ്. പക്ഷെ നമ്മൾ സിദ്ദിഖ് സാർ പറഞ്ഞു ഇതാണ് ക്യാരക്ടർ, ആൻഡ് അവിടെ പോയി ആൻഡ് കുറേ നല്ല സീൻസ്. ശ്രീനിയേട്ടൻ്റെ കൂടെ ഒരു ഹോൾ സിനേറിയോ ഉണ്ട്, ഇങ്ങനെ കൈനറ്റിക്കിൽ പോയി അവിടെ പോയി ഇവിടെ പോയി സ്പീഡിൽ പോയി, അതൊരു വലിയൊരു സെക്ഷൻ ഉണ്ടല്ലോ, അത് ബസ് സ്റ്റോപ്പിലേതോ ഫ്രണ്ട് അങ്ങനെ. സോ രസമായിരുന്നു അതൊക്കെ എല്ലാവരുടെയും. പക്ഷെ എനിക്കെല്ലാം ഓർമ്മയുണ്ട്, ലൈക്ക് ഓരോരുത്തരുടെ രീതികളും അവർ തന്ന എക്സ്പീരിയൻസും ഒക്കെ വളരെ ക്ലോസ് ടു ഹാർട്ടാണ്. അതിൽ തമാശകളൊക്കെ ഇത് റീവാച്ച് ചെയ്യാറുണ്ടോ? ജഗതി ചേട്ടൻ്റെ ആണി പറയും പറയുന്ന സാധനത്തിൽ ഭയങ്കര രസമുള്ള ഒരുപാട് മൊമെന്റ്സ് ഉണ്ട് ആ പടത്തിലും. ഈ സിനിമയെക്കുറിച്ച് സംസാരിച്ചാൽ തീരാത്ത ഒരുപാട് സിനിമകളിൽ ഇതേപോലെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തും പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ചെറിയ കുട്ടിയായിരുന്നല്ലോ വരുമ്പോൾ. ഒരു പാമ്പറിംഗ് ഒക്കെ സെറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. പഠിക്കാനൊക്കെ അത്തരത്തിലുള്ളൊരു പരീക്ഷകൾക്ക് തിരിച്ച് പോവുക, ഒറ്റപ്പാലത്ത് ഷൂട്ട് ചെയ്യുക, തിരിച്ചിവിടെ വന്ന് മിഡ് ടേം എക്സാം എഴുതിയിട്ട് പോവുക, അതിനുവേണ്ടി ഉച്ചവരെ ഷൂട്ടിംഗ്, വേറെ സീൻസ് പ്ലാൻ ചെയ്യാതെ, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് പടം കല്യാണ സൗഗന്ധ്യത്തിൽ വരുന്നത് അതും വലിയൊരു ടീമാണ്. ജഗതി ചേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ, കലാഭവൻ ചേട്ടൻ, ഇതെല്ലാവരും കൂടെ ഉള്ളൊരു സീനിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു? വിനയനങ്ങളാണ് പറഞ്ഞത് ഇങ്ങനെ നമുക്ക് അതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സീരിയൽ ചെയ്തിട്ടുണ്ട് ദൂരദർശന് വേണ്ടിയിട്ട്. അപ്പോൾ അറിയാം, അപ്പോൾ ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഓക്കെ ഫൈനൽ നമ്മൾ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ചെയ്തത്. അത് പാമ്പേർഡായിരുന്നു, കാരണം ആ ഒരു ന്യൂ ഫേസും ഇത്രയും ആളുകൾ അത് ആ കുട്ടി ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ഒരു കംഫർട്ടിലാണ് നിന്ന് ചെയ്തത് ഫുൾ സിനിമ. ജഗതി ചേട്ടനൊക്കെ എങ്ങനെയായിരുന്നു? ജഗതി അങ്കിളുടെ കൂടെയുള്ള സീൻസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ജസ്റ്റ് ചെറിയ എന്താ പറയുക, സ്പേസ് ഇട്ട് പറയുക, മോഡുലേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊക്കെ സർപ്രൈസ് ആയിരുന്നു. കാരണം നമ്മൾ ഈ സിനിമകളിൽ കാണുമ്പോൾ ഇവർ നമ്മളെ ചിരിപ്പിക്കുമ്പോഴും, പക്ഷെ ഇവരെ വർക്ക് സ്പേസിൽ ഇവരുടെ ഫോക്കസ്ഡ് ഫേസ് അല്ലേ നമ്മൾ കാണുന്നത്. സോ അതൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. പക്ഷെ എല്ലാവരും വളരെ എന്താ പറയുക, വെൽക്കമിങ് ആയിരുന്നു. എല്ലാം യൂണിവേഴ്സിറ്റികളുടെ കൂടെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. KPSC ലളിത ചേച്ചിയാണെങ്കിലും. അപ്പോൾ അത്തരത്തിലുള്ളത് ഒരുപാട് അനുഭവങ്ങൾ കിട്ടുമല്ലോ. ഈ പ്രണയവർണ്ണങ്ങളിൽ ഒത്തിരി സ്വപ്നങ്ങൾ എന്ന് പറയുന്ന പാട്ടിലാണ് ദിവ്യനെ കാണിച്ചുകൊണ്ടാണ് ആ സിനിമ തുടങ്ങുന്നത് തന്നെ. അത് വേറൊരു മെഗാ ഹിറ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വിദ്യാസാഗർ സാറിൻ്റെ സോങ്ങുമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പടങ്ങളിലൊക്കെ ഇത്തരം സോങ്സ് ഒക്കെ കിട്ടുന്നത് ഭയങ്കര രസമാണ്. പക്ഷേ ഈ സോളോ സോങ്സിൽ ഈ പറയുന്നത് പോലെ ആൾക്കാരെ പിടിച്ചിരുത്താൻ ദിവ്യനെ കഴിയും എന്നുള്ളത് കൊണ്ടായിരിക്കാം വീണ്ടും സോളോ സോങ്സ് ഉപയോഗിച്ചിട്ടുണ്ട് പാട്ടുകൾ. ഇപ്പൊ മറോർത്തൂർ കനവിൽ അവിടെ ഇവിടെ ഓടി നടക്കുന്ന പിള്ളേരുമായിട്ടുള്ളൊരു സോങ് ഇല്ലേ, അതും രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ പ്രണയവർണ്ണങ്ങൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മേക്ക് ഓവർ ആയിരുന്നു എന്ന് വെച്ചാല് മോഡേൺ ആയിട്ടുള്ള ഒരു വേഷത്തിലേക്ക് വരുന്നതായിരുന്നു. അതുവരെ ചെയ്തിരുന്നത് ചുരം, കാരുണ്യം, അങ്ങനത്തെ മൂവീസ് ആയിരുന്നു. സോ മോഡേൺ ആയിട്ടുള്ള ഒരു ലുക്കിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു മൂവിയായിരുന്നു. ആ മൂവിക്കാണ് ആദ്യമായിട്ട് ഒരു കോസ്റ്റ്യൂം ട്രയലൊക്കെ എൻ്റെ ഓർമ്മയിലുള്ളത്. വേറെ ഒന്നിനും അതിന് മുൻപും അതിന് ശേഷമൊന്നും അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ല. സോ അതും സിബി സാറിൻ്റെ ഒരു വിഷൻ, ഇത് ദിവ്യക്ക് ചേരും എന്നുള്ളത്.
അല്ല അത് നന്നായിട്ട് ചേർന്നു. അങ്ങനെ തന്നെ ഞങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്നില്ലേ. കാരണം മറ്റേ ആളുടെ ക്യാരക്ടർ, മഞ്ജുവാരിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ പാവമായിട്ടുള്ള എന്ന് കരുതുന്ന ഒരു ക്യാരക്ടർ, ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്ട്രോവർട്ട് ആയിട്ടുള്ള ഒരാള്. ഇത് രണ്ടും കൂടെ ഉള്ള മിക്സിങ്, അതിനകത്ത് വരുന്ന കുറെ ട്വിസ്റ്റുകൾ, പക്ഷെ അത് നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു. ആ സിനിമയൊക്കെ തിയേറ്ററിൽ കാണുമ്പോൾ എന്തായിരുന്നു ഒരു ഫീല്? ഓർമ്മയുണ്ടോ തിയേറ്ററിൽ കണ്ടത്? ഉണ്ട്. തിയേറ്ററിൽ പോയി തന്നെയാണ് എല്ലാം കണ്ടിട്ടുള്ളത്. അങ്ങനെ പ്രത്യേകിച്ച് ഫീൽ ഒന്നുമില്ല. നമ്മളിങ്ങനെ നോക്കുമ്പോ അയ്യോ അതൊരു ശരിയായില്ല അങ്ങനെയല്ല. എല്ലാവരും ഓക്കെ ആണല്ലേ, എല്ലാവരും കാണുന്നുണ്ടല്ലേ, അങ്ങനെ നമ്മള് അന്നൊന്നും നമുക്ക് ജഡ്ജ് ചെയ്യാനൊന്നും അറിയില്ലല്ലോ. ഇന്നും അറിയില്ല. ഇന്ന് മക്കളൊക്കെ സിനിമ കാണുന്ന സമയത്ത് സിനിമ കാണുന്നുണ്ടാവില്ല, ത്രൂ ഔട്ട് സോങ്സ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ കാണുക. അപ്പോഴൊക്കെ അവരുടെ ഒപ്പീനിയൻ പറയാനുള്ള പ്രായത്തിലേക്ക് വരുന്നേ ഉള്ളൂ. പക്ഷെ എന്താണ് പറയാ, ഇല്ല, അവരിപ്പോഴും അവരുടെ സൈഡിൽ നിന്നുള്ള ചിന്താഗതികളാണ്. ഇത് ഹോംവർക്ക് ചെയ്തതിന് ശേഷമാണോ പോയി അഭിനയിച്ച്, അതായത് അവരുടെ റൂൾ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ, അവരെ ഇപ്പോഴത്തെ അനുഭവിപ്പിക്കുന്നതൊക്കെ ഞാൻ അനുഭവിച്ചോ എന്നുള്ളതാണ്. അമ്മ ഇത് ചെയ്തപ്പോൾ ഹോംവർക്ക് ഉണ്ടായിരുന്നോ, അമ്മ എങ്ങനെ ഹോംവർക്ക് ചെയ്തു, അത്ര എത്തിയിട്ടുള്ളൂ, അതിൻ്റെ മേലേക്ക് ആയിട്ടില്ല. ഇടയ്ക്ക് നൃത്തത്തിലേക്ക് തിരിച്ചു വന്നാൽ ഇപ്പോൾ ഭരതനാട്യം എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ മൃണാളിനി സാരാഭായി, പിന്നെ രുക്മിണി ദേവി ആറ്റുണ്ടേൽ, ഇങ്ങനെയുള്ള പേരുകളാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ ഒരു കാലഘട്ടത്തിൽ ദാസിയാട്ടം എന്ന് വിളിച്ചിരുന്നത് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് അവർ ഒരുപാട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ് ഈ തരത്തിലുള്ള ഒരു ഷോയിലേക്ക് നമ്മൾ വന്നത്. ഇവിടെ കലാമണ്ഡലമൊക്കെ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ തിരഞ്ഞു പോകാറുണ്ടോ, അതേ നമ്മൾ നൃത്തത്തിൻ്റെ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്താണോ പോകുന്നത്? സോ ഞാൻ ചെറുപ്പത്തിലെ, അതായത് യൂത്ത് ഫെസ്റ്റിവൽ കാലഘട്ടങ്ങളിലൊക്കെ പഠിക്കുക, ഡെലിവർ ചെയ്യുക, ആ ക്വാളിറ്റി ആയിട്ട് ഡെലിവർ ചെയ്യുക, കോമ്പറ്റീഷൻ സ്പിരിറ്റ്, അതൊരു പാക്കേജ് ആണല്ലോ, അത് അത്യാവശ്യമാണ്. അതിന് നമ്മൾ എൻറോൾ ചെയ്ത് സൈനപ്പ് ചെയ്ത് അത് ഡെലിവർ ചെയ്യണം. അങ്ങനെ ഒരു പഠനമായിരുന്നു ആക്ച്വലി ഇന്ത്യ വിടുന്നത് വരെ. ഇന്ത്യ വിട്ട് ഇവിടെ നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് ദൂരെ ആയപ്പോഴാണ് അതിന് ആ ഒരു മൂല്യം ഇങ്ങനെ ജ്വലിച്ചു തുടങ്ങിയതും ഭരതനാട്യത്തിൽ മാസ്റ്റേഴ്സ് ചെയ്തതും. അപ്പോഴാണ് കൂടുതലായിട്ട് അതിൻ്റെ ഡെപ്തിലേക്ക് പോയതും. അത് സദരിന്ന് അതിൻ്റെ ഒരു യാത്ര, സദർ പിന്നെ അതെങ്ങനെ റിവൈവ് ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ളതും അവരുടെ കോൺട്രിബ്യൂഷൻസും, രുക്മിണി മാമിൻ്റെ കോൺട്രിബ്യൂഷൻസും, കലാക്ഷേത്രയുടെ സ്ഥാപനവും, പിന്നെ ഇവിടുത്തെ ഗ്രോത്തും. ഇപ്പോൾ കുറച്ചൊക്കെ ടെറിട്ടോറിയൽ ആയിട്ടുള്ളത്, അത് കേരളത്തിൻ്റെ രീതികൾ, തമിഴ്നാടിൻ്റെ രീതികൾ, കർണാടകയ്ക്ക്, എല്ലായിടത്തും ഭരതനാട്യം എല്ലായിടത്തും ഉണ്ട്. പക്ഷെ എല്ലാ സ്ഥലത്തും അതിനെ കാണുന്നത് രീതിയും അതിൻ്റെ പ്രവർത്തന മേഖലയിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ അറിഞ്ഞു പഠിച്ചു വരുന്നതേ ഉള്ളൂ. കാരണം നമ്മൾക്ക് അവിടെ ഉള്ള കുട്ടികൾ എന്ന് പറയുന്നത് ഇന്ത്യൻസ് എന്നുള്ള രീതിയിലാണ്. മലയാളികൾ മാത്രമല്ല, കർണാടക കുട്ടികളുണ്ട്, ഗുജറാത്തി കുട്ടികളുണ്ട്, തമിഴ്നാട്ടിൽ നിന്നുള്ള കുട്ടികളുണ്ട്, തെലുങ്ക് ഉണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും പല പല ചോദ്യങ്ങളും ഉണ്ട്, സംശയങ്ങൾ. അപ്പോൾ അങ്ങനെ ആളുകൾ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴേ നമ്മൾ അതിനെ തേടി പോയുള്ളൂ. അപ്പം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠനം തുടരണം.